ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ ടാസ്കുകൾ പോലും കൊടുക്കാതെ പരസ്പരം വാക്കേറ്റങ്ങളെ മുറുകി അടിയിൽ പുറത്തായ ഒരു കണ്ടസ്റ്റന്റ് എന്ന നിലയിൽ റോക്കി അറിയപ്പെടുകയാണ്. തീർച്ചയായിട്ടും വളരെയധികം ഒരു വല്ലാത്ത ഞെട്ടിക്കുന്ന ഒരു അവസ്ഥയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു സംഭവം. ഒരുപക്ഷെ ഈ പറഞ്ഞ സിജോ, പ്രൊവോക്ക് ചെയ്ത സിജോ പോലും പ്രതീക്ഷിച്ച് കാണത്തില്ല റോക്കി അങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന്. ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അവരുടെ വാക്കുതർക്കങ്ങൾ മുറുകിയപ്പോൾ റോക്കിയെ ചെന്ന് റോക്കിയുടെ താടിക്കൊക്കെ ഇങ്ങനെ താടിയൊക്കെ തൊട്ട് സിജോ പ്രൊവോക്ക് ചെയ്യുകയാണ്. ഒരു വട്ടം തൊട്ടപ്പോൾ ഇനി തൊട്ട് കഴിഞ്ഞാൽ നീ വിവരം അറിയുമെന്ന് പറയുന്നു. എങ്കിൽ നീ ഒന്ന് കാണിക്കടാന്ന് പറഞ്ഞ് വീണ്ടും ദേഹത്ത് ടച്ച് ചെയ്യുന്നു. ദേഹത്ത് ടച്ച് ചെയ്ത ഉടനെ പറഞ്ഞു എൻ്റെ സ്വഭാവം മാറുമേ എന്ന് പറഞ്ഞ് വീണ്ടും റോക്കി പ്രകോപിതനാവുകയാണ്. അപ്പോഴും ഒന്നും കൂടി പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി സിജോ പ്രേരിപ്പിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തതാണോ എന്നറിയത്തില്ല. എന്തായിരുന്നാലും ആ കണ്ടന്റിന് വേണ്ടി സംഭവിച്ചത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, അതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോക്കിക്കെതിരെ ശക്തമായ നടപടിയെടുക്കുന്ന ഒരു സീനിലേക്ക് പോയൊരു രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനുശേഷം വീണ്ടും തൊട്ടപ്പോൾ ഇനി നീ എന്നെ തൊട്ട് നോക്കും, തൊട്ടാൽ നിൻ്റെ കവാലം അടിച്ച് ഞാൻ പൊട്ടിക്കുമെന്ന് പറയുന്നു. എങ്കിൽ നീ ഒന്ന് പൊട്ടിക്കട എന്ന് തിരിച്ച് പ്രൊവോക്ക് ചെയ്യിക്കാൻ വേണ്ടി സിജോ പറയുന്നതും ആ സ്പോട്ടിൽ തന്നെയാണ് റോക്കി റിയാക്ട് ചെയ്യുന്നത്. കൈ മടക്കി, വലത്തെ കൈ മടക്കി ചുരുട്ടി മുഖത്ത് ആഞ്ഞു വീശി ഇടിക്കുകയാണ് ചെയ്യുന്നത്. അതോ അടിക്കുകയല്ല, ഇടിക്കുകയാണ് ചെയ്യുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ചരിത്ര സംഭവമാണ് മലയാളത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വളരെയധികം ശക്തമായി ഒരു വ്യക്തിയെ അടിക്കുന്ന ഒരു സിറ്റുവേഷൻ ആദ്യമായിട്ട് തന്നെയാണ്. മറ്റുള്ളതെന്നൊക്കെ പറഞ്ഞാൽ ഫിസിക്കൽ അസാൾട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ ഗെയിം സ്പിരിറ്റ്, ഗെയിമിനിടയ്ക്കുണ്ടായ കാര്യങ്ങൾക്ക് ഇടയിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ഇത് പക്ഷേ വാക്കേറ്റങ്ങൾ മുറുകിയാണ് ഈ ഒരു അടിയിലേക്ക് കലാശിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ സിജോയുടെ കവളൊക്കെ നല്ല രീതി ഇതാവുന്നതും അതിൻ്റെ തൊട്ട് പിന്നാലെ എല്ലാവരും കൂടി ഓടിക്കൂടി സിജോയെ സമാധാനപ്പെടുത്തുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. സ്പോട്ടിൽ റോക്കിയുടെ പ്രതികരണമൊക്കെ ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് കാണാൻ പറ്റുന്നില്ല നമുക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കാണിച്ച് പ്രൊമോ അങ്ങ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ലൈവിനകത്ത് ഇപ്പോൾ എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന സീനാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയം 10:30 മണിയായിട്ട് ഇതുവരെ ആ ഒരു രംഗം എത്തിയിട്ടില്ല. പക്ഷേ അതിനെ തുടർന്ന് പുറത്ത് ഇപ്പോൾ വാർത്തയായിരിക്കുന്നത് റോക്കിക്കെതിരെ ശക്തമായ നടപടി എടുക്കുന്നു എന്നുള്ളതാണ്. ഇത് വലിയ രൂക്ഷമായ ഒരു വാർത്തയായി മാറാൻ സാധ്യതയുണ്ട്. ചെറിയൊരു കാര്യമല്ല, വളരെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. റോക്കിക്കെതിരെ ഒരു ആരോപണം വലിയ രീതിയിൽ വരുവാനുള്ള സാധ്യതയുണ്ട്. ശരിക്കും പ്രകോപിതനായി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് എന്ന ആൾ തെളിയിക്കേണ്ട ഒരു അവസ്ഥ വന്നു. എനിക്ക് തോന്നുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ഗബ്രിക്കും ജാസ്മിനും ഇടയിൽ സംഭവിക്കേണ്ട ഒരു കാര്യം സിജോയിലേക്ക് എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. ഇത് അന്ന് ആ തടിയിൽ ഇടിച്ച സംഭവം ഗബ്രിക്ക് കൊടുക്കാൻ വെച്ചിരുന്നതായിരുന്നു ഇപ്പോൾ സിജോയ്ക്ക് കിട്ടിയതെന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം രൂക്ഷമായ ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. ആ ഇടി കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്തായിരിക്കും ഇനി ഫൈനൽ ഡിസിഷൻ എന്ന്. ചിലപ്പോൾ ലാലേട്ടൻ വരുന്നിടം വരെ കാത്തു നിൽക്കാൻ സാധ്യതയില്ല. ഇന്നത്തെ എപ്പിസോഡിലോ നാളത്തെ എപ്പിസോഡിലോ ആളെ ഇജക്റ്റ് ചെയ്യുന്നതായിരിക്കും കാണിക്കുന്നത്. എന്തായിരുന്നാലും ആൾ ബിഗ് ബോസ് ഹൗസിനകത്തില്ല എന്നാണ് അറിയുന്നത്. നമുക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം എന്താവുമെന്ന്.